തളിരും മലരും തരുപ്പടർപ്പും തണലും തണുവണി പുൽപ്പടർപ്പും കളകളം പെയ്തു പെയ്തങ്ങുമിങ്ങും ഇളകിപ്പറക്കുന്ന പക്ഷികളും പരിമൃദു കല്ലോല വീണമീട്ടി പതറിപ്പതഞ്ഞു പോം ചോലകളും ഒരു നല്ല ചിത്രം വരച്ച പോലെ വരി വരി നിൽക്കുന്ന കുന്നുകളും പരശത സസ്യവിതാനിതമാം പല പല താഴ്വര തോപ്പുകളും ഹേയ്, ഇത് എങ്ങടാ ഈ കുരിശും കൈ പിടിച്ചുകൊണ്ട്? കുരിശോ? ഇതാണ് ഒരു മെഷീൻ. മെഷീനോ? ഈ രണ്ട് വിറകും കൊള്ളിയോ? ചേട്ടൻ വാ, എല്ലാം വിശദമായി പറഞ്ഞുതരാം. ഇത് ചേട്ടൻ്റെ സ്ഥലമല്ലേ? അതെ. അതിന് ചേട്ടൻ്റെ ഇതാ കാണുന്ന സ്ഥലമാണ് ഈ പഞ്ചായത്തിലെ ഈ നീർത്തടത്തിലെ റിഡ്ജ്. മഴ പെയ്യുമ്പോൾ ആദ്യം തുള്ളി വീഴുന്ന സ്ഥലം. പിന്നെ ചേട്ടൻ്റെ ഈ വയൽ. ഇതാണ് വാലി. വേലി കെട്ടാൻ ആളെ കാത്തു നിൽക്കുകയാണ് ഞാൻ. വേലി അതും നമുക്ക് കെട്ടാം. അല്ല, നിക്ക് ചേട്ടാ, ചേട്ടൻ്റെ ഈ സ്ഥലം മൊത്തം എത്ര ഏക്കറുണ്ട്? 8 ഏക്കർ. ആ, ഞാൻ പറഞ്ഞില്ലേ, ചേട്ടൻ്റെ ഈ കുന്നിൻ്റെ മുകളിൽ വീഴുന്ന വെള്ളത്തിനെ നമുക്ക് അവിടെ തന്നെ ഇറക്കണം. അതിനുവേണ്ടി നമുക്കവിടെ തട്ടുതിരിക്കാം, ബണ്ടുകൾ നിർമ്മിക്കാം, മരങ്ങൾ വെച്ച് പിടിപ്പിക്കാം, അങ്ങനെ എന്തൊക്കെ ചെയ്യാം. അങ്ങനെ ചേട്ടനെ ഞാനൊരു വഴിക്കാക്കി തരാം. അല്ല, ചേട്ടൻ്റെ ഈ സ്ഥലം ഒരു പൂങ്കാവനമാക്കി തരാം. തൊഴിലുറപ്പിൽ. തൊഴിലുറപ്പ്. ആ, ജലസംരക്ഷണം ഭാവി തലമുറയ്ക്ക് വേണ്ടി നമുക്ക് കൈകോർക്കാം. ജലസംരക്ഷണം, മണ്ണ് സംരക്ഷണം, അതുവഴി ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് വരുമാന മാർഗവുമായി. ആഹാ, അങ്ങനെ എന്നെ ബണ്ടിട്ട് കൂടി വരുമാനം ഉണ്ടാക്കാൻ നോക്കണ്ട. കാട് വെട്ടിത്തരാൻ പറ്റുമോ? അത് പറ. ചേട്ടാ, നടക്കില്ല. അരസികന്മാരോട് മണ്ണ് സംരക്ഷണത്തെ പറ്റിയും ജലസംരക്ഷണത്തിനെ പറ്റിയും പറയാൻ വന്ന ഞാനാണ് മണ്ടൻ. ഞാൻ പോവാ. ഓരോരോ ഊളകളും ആരെപ്പതി മെസ്സേജ് വന്നിരിക്കുന്നു. അയ്യോ, ബ്ലോക്ക് ചെയ്യുന്നാണല്ലോ. എല്ലാ MGNRGS ടീമംഗങ്ങൾക്കും പുതുവത്സരാശംസകൾ. നമുക്ക് പുതുവത്സരത്തിൽ നേടിയെടുക്കേണ്ട ലക്ഷ്യമാണ് ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്നത്. അതിനനുസരിച്ച് ഊർജിതമായ പ്രവർത്തനങ്ങൾ പുതുവർഷത്തിൽ നമുക്ക് ആരംഭിക്കണം. എല്ലാ BPOമാരും ബ്ലോക്ക് ടീമംഗങ്ങളും ഇതിനാവശ്യമായ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്ത് ഈ ലക്ഷ്യം കൈവരിക്കാനുള്ള പ്രവർത്തനം ഉറപ്പുവരുത്തണം. അല്ല, ഞാൻ ഇപ്പോഴാണ് ഓർത്തത്, വെറുതെ ആളുകൾക്ക് വരുമാനം ഉണ്ടാക്കി കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. സമൂഹത്തിൽ നിലയും വിലയുമുള്ള ചേട്ടനെ പോലുള്ള ആളുകൾക്ക് ഗുണം കൂടി ഉണ്ടാവണം. അതുകൊണ്ട് മാത്രമല്ല, എല്ലാം കൊണ്ടും നമുക്ക് ഈ കാട് വെട്ടിയാലോ? അപ്പം ജലസംരക്ഷണം ആദ്യം ജോലി സംരക്ഷിക്കട്ടെ. എന്ത്? അല്ല, ചേട്ടനെ പോലുള്ള സമൂഹത്തിൽ പേരും പെരുമയുള്ള ആളുകളുടെ കാര്യങ്ങൾ ആദ്യം നടക്കട്ടെ. അത് കഴിഞ്ഞിട്ടാവോ ജലസംരക്ഷണം. നമുക്കൊരു കാർഷിക സംസ്കാരമില്ല ചേട്ടാ, എനിക്കൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത ദിവസം മുതൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ ചേട്ടൻ്റെ സ്ഥലത്ത് തട്ടുതിരിക്കും. അല്ല, കാട് വെട്ടും. ആ, ഓക്കെ. പിന്നെ ചേട്ടാ, ഈ കാട് വെട്ടുന്നതിൻ്റെ കൂടെ വെറുതെ ലേശം ബണ്ട്, ഒറ്റ അടി വേണ്ട, ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം. അത് കഴിഞ്ഞാൽ തട്ടി നിരപ്പാക്കും ചെയ്യാം. അതെടുക്കാം. എനിക്കും കിട്ടുമല്ലോ 2 ആഴ്ചത്തെ ശമ്പളം. അത് വേണ്ട ചേട്ടാ, ചേട്ടൻ പണിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇല്ല, പണിയെടുക്കുന്നില്ല, പക്ഷെ പൈസ കിട്ടണം. അത് വേണം. അടിക്കാം. എന്ത്? മസ്റ്റോൺ അടിക്കാമെന്ന് പറഞ്ഞതാ ചേട്ടാ.